ഹലോ, എല്ലാവർക്കും മിഷൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെറിയ ഉള്ളി കൊണ്ടൊരു ചെറിയ ഉള്ളിത്തീയലാണ് വയ്ക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പിടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ചെറിയൊരു ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ഒരു സബോളയുടെ ഒരു കഷ്ണം കൂടി അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സബോള ആവശ്യമില്ല, ചെറിയ ഉള്ളി മാത്രം മതി. അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അത് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട്. അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുക്കണം. അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഒന്നും കൂടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അതും കൂടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തീ വളരെ കുറച്ച് വേണം നമുക്കത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കാരണം ഓൾറെഡി തേങ്ങ മൂത്തതാണ്. പിന്നെ മുളക് പൊടിയും കൂടി ഇടുമ്പോൾ ചൂട് കൂടിയാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് പോവും നമുക്ക് തീയലിൻ്റെ. അതുകൊണ്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ, ഒന്ന് ചൂടാറാൻ വേണ്ടി. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളി നോക്കാം. ഞാൻ ആദ്യം കറിവേപ്പില ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ കറിവേപ്പില ഇടണേ. നിങ്ങൾ ആദ്യം കറിവേപ്പില ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു കുറച്ച് വാളംപുള്ളിയും കൂടി പിഴിഞ്ഞ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അത് നമുക്ക് ഈ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി തിളപ്പിക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് എരിവും എല്ലാം നമ്മളൊന്ന് നോക്കണം. അതിൽ നമുക്ക് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി നമുക്ക് പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പച്ചമുളകൊന്നും ആഡ് ചെയ്തില്ല, കാരണം ഓൾറെഡി മുളക് പൊടിക്ക് എരിവുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മുളക് പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, പച്ചമുളക് എടുത്തിട്ടില്ല. അത് നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, വറക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് ആ കറിയിലോട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.